ഷാഫി പറമ്പിൽ പിന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിൽ പിന്നെ കോർപ്പറേഷൻ അല്ലെങ്കിലും അതിന്റെ സമീപ ഭാഗത്ത് കിടക്കുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. ഷാഫിയുടെ സാന്നിധ്യമുള്ള ജില്ലയാണ് നിരന്തരമായിട്ട്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ളവർക്കെല്ലാം പിടിച്ചല്ലോ, കൊല്ലം വരെ പിടിച്ചല്ലോ, അട്ടിമറിച്ചല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ വടകര മുനിസിപ്പാലിറ്റി കാൽച്ചോട്ടിലുള്ള അവിടെ പോയിട്ടാണ് അവസാനം പിന്നെ ഈ പാലം തകർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ നാടകം എല്ലാം കളിച്ചിട്ടും അത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ അവിടെയിട്ട് അവർ മാർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അവിടെ എല്ലാം തകർന്നു പോയില്ലേ. 28 സീറ്റ് പിന്നെ കിട്ടുമ്പം അവരുടെ പകുതി സീറ്റാണ് കിട്ടുന്നത്, 15 സീറ്റ്. പിന്നെ ഇവർക്കൊരു സീറ്റും BJPക്ക് 3 സീറ്റുണ്ട് അവിടെ. UDFിൻ്റെ സ്വതന്ത്രം അവിടെ ജയിച്ചിട്ടുണ്ട്. വലിയ അവസരയ്ക്ക് എത്തി. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 28 ആകുമ്പോൾ ആരും സപ്പോർട്ടില്ലാതെ CPMന് ഭരിക്കാം, LDFന് ഭരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇത് അർഹതയുള്ളത് ക്ലെയിം ചെയ്യാൻ എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഫോട്ടോ ഒറ്റയ്ക്ക് സ്വന്തം ഫോട്ടോ മാത്രം. പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോട്ടോയും പിന്നെ രാഹുലിൻ്റെയും ഷാഫിയുടെയും മാത്രം ഫോട്ടോ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫിയുടെ മാത്രമായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് PR ആണെന്ന് തോന്നുന്നത്. അത് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ 3-4 പേരെയും കൂടെ ഫോട്ടോ കൂട്ടത്തിൽ ചേർത്തിട്ട് BGM ഇട്ടിട്ട് ഇടുക.